Hi everyone, welcome to biology class. This is the second part of our sixth chapter, Unraveling Genetic Mysteries. In our previous class, we discussed up to first experiment of Mendel. In his first experiment, Mendel observed the inheritance of a single pair of contrasting traits. Mendel ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ ഒരു പെയർ ക്യാരക്ടേഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്തത്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ഹൈറ്റ്, ഷേപ്പ് ഓഫ് ദ സീഡ്, ഇതൊക്കെയാണ് അദ്ദേഹം സെലക്ട് ചെയ്ത character. He observed the inheritance of two pairs of contrasting traits of the same plant in the next stage. പിന്നീട് നടത്തിയ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം രണ്ട് പെയർ ക്യാരക്ടർ സെലക്ട് ചെയ്തു. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദ സീഡ്. രണ്ട് ക്യാരക്ടേഴ്സിൽ ഡിഫറൻസ് കാണിക്കുന്ന പ്ലാന്റ്സിനെയാണ് അദ്ദേഹം സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ സെലക്ട് ചെയ്തത്. അദ്ദേഹം സെലക്ട് ചെയ്ത പാരൻറ്റ് പ്ലാന്റ്സിൽ ആദ്യത്തെ പ്ലാന്റ് ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് സീഡ്. ടോൾ പ്ലാന്റ് ആണ്, സീഡ് റൗണ്ട് ഷേപ്പ്ഡ് സീഡാണ്. സെക്കൻഡ് പ്ലാന്റ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ഡ്വാർഫ് പ്ലാന്റ് ആണ്, സീഡിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? റിങ്കിൾഡ് ആണ്. ദാറ്റ് മീൻസ് രണ്ട് ക്യാരക്ടറിൽ ഡിഫറൻസ് ഉള്ള പ്ലാന്റ്സിനെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ് എന്ന ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അലീൽസ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ടി എന്നത് ടോൾനെസ് കൺട്രോൾ ചെയ്യും. ക്യാപിറ്റൽ ആർ എന്നത് റൗണ്ട് ഷേപ്പ് കൺട്രോൾ ചെയ്യും. നെക്സ്റ്റ് കേസിൽ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ഏതൊക്കെ അലീൽസ് ആണ്? സ്മോൾ ടി, സ്മോൾ ആർ. സ്മോൾ ടി എന്നത് ഡ്വാർഫിനെസ് കൺട്രോൾ ചെയ്യും. സ്മോൾ ആർ എന്നത് റിങ്കിൾഡ് ഷേപ്പ് കൺട്രോൾ ചെയ്യും. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമെറ്റ്സ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമെറ്റ്സ് സ്മോൾ ടി, സ്മോൾ ആർ. സോ നെക്സ്റ്റ് വാട്ട് വിൽ ഹാപ്പൻ? ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ ഓഫ് ഗാമെറ്റ്സ് അല്ലേ. ഗാമെറ്റ്സ് ഫ്യൂസ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ജനറേഷൻ. സോ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ അലീൽ കോമ്പിനേഷൻ എങ്ങനെയാണ്? യു ക്യാൻ സീ ഹിയർ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇങ്ങനെ ഒരു അലീൽ കോമ്പിനേഷന് വന്നാൽ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി വന്നാൽ ടോൾ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ വന്നാൽ ഏത് ഷേപ്പിലുള്ള സീഡായിരിക്കും ഫോം ചെയ്യുക? റൗണ്ട് അല്ലേ. സോ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത് ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സാണ്. ടോൾ പ്ലാന്റ് ആണ്, റൗണ്ട് ഷേപ്പ്ഡ് സീഡാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ എക്സ്പെരിമെൻറ്റ് ഈസ് സെൽഫ് പോളിനേഷൻ ഇൻ ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സിൽ സെൽഫ് പോളിനേഷൻ നടത്തും. സോ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് സീഡ്. അലീൽ കോമ്പിനേഷൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിനെ ഈസിയായി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള ചെക്കർ ബോക്സ് ഓർ പുനറ്റ് സ്ക്വയർ വരയ്ക്കും. ഓക്കെ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ അലീൽ കോമ്പിനേഷനുള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമെറ്റ്സ് 4 ടൈപ്പാണ്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ. ഇവ മെയിൽ ഗാമെറ്റ്സ് ആയും ഇവ ഫീമെയിൽ ഗാമെറ്റ്സ് ആയും സെലക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫെർട്ടിലൈസേഷൻ ഓർ ഫ്യൂഷൻ ഓഫ് ഗാമെറ്റ്സ്. എങ്ങനെയാണ് സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിനെ കണ്ടെത്തുന്നത്? ഇതിലുള്ള ഗാമെറ്റ്സിൻ്റെ നേരെ വരുന്ന കോമൺ ബോക്സ് നോക്കിയാൽ ഈസിയായി സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിനെ കണ്ടെത്താൻ സാധിക്കും. ദാറ്റ് ഈസ് ലിസൺ ഹിയർ. ഈ ഒരു ബോക്സിൻ്റെ നേരെ രണ്ട് സൈഡിലായി കാണുന്ന ഗാമെറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിയർ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ഹിയർ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. സോ സെക്കൻഡ് ജനറേഷൻ പ്ലാന്റിൻ്റെ അലീൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ജോയിൻ ചെയ്താണ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ആ പ്ലാന്റ് കാണിക്കുന്ന സ്വഭാവം, ക്യാരക്ടർ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി വന്നാൽ ടോൾ പ്ലാന്റ്, ക്യാപിറ്റൽ ആർ വന്നാൽ റൗണ്ട് സീഡ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ബോക്സിൻ്റെ നേരെ കാണുന്ന ഗാമെറ്റ്സ് ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. സോ സെക്കൻഡ് ഫോം ചെയ്യുന്ന പ്ലാന്റിൻ്റെ അലീലിക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. പ്ലാന്റിൻ്റെ ക്യാരക്ടർ ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. ഇങ്ങനെ ഓരോ പ്ലാന്റ്സിനെയും നമുക്ക് കണ്ടെത്താം. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. നെക്സ്റ്റ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. ഇങ്ങനെ വന്നാൽ ക്യാപിറ്റൽ ടി വന്നാൽ ടോൾ പ്ലാന്റ്, സ്മോൾ ആർ വന്നാൽ
റിങ്കിൾഡ് സീഡാണ്. സോ പുതിയൊരു പ്ലാന്റ് കിട്ടി അല്ലേ, ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. പാരൻറ്റ് പ്ലാന്റ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടി, ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ആൻഡ് നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. ആൻഡ് നെക്സ്റ്റ് ക്യാപിറ്റൽ T സ്മോൾ t, സ്മോൾ r സ്മോൾ r, ടോൾ പ്ലാന്റ്, റിങ്കിൾഡ് സീഡ്. ഇതും ന്യൂ കോമ്പിനേഷൻ ആണ്, ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. പാരൻറ്റ് പ്ലാന്റിൽ നിന്നും ഡിഫറെൻ്റ് ആയ പ്ലാന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. നെക്സ്റ്റ് വൺ, സ്മോൾ t, ക്യാപിറ്റൽ R. ഇവിടെ സ്മോൾ t വന്നാൽ ഡ്വാർഫ് പ്ലാന്റ് ആണ്, ക്യാപിറ്റൽ R വന്നാൽ റൗണ്ട് സീഡ്. ഇതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്, പാരൻറ്റ് പ്ലാന്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ദാറ്റ് ഈസ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ, സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r. ഇതും എന്താണ്, ഡ്വാർഫ് പ്ലാന്റ്, റൗണ്ട് സീഡ്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. നെക്സ്റ്റ് ക്യാപിറ്റൽ T സ്മോൾ t, സ്മോൾ r സ്മോൾ r, ടോൾ പ്ലാന്റ്, റിങ്കിൾഡ് സീഡ്. സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r, ഡ്വാർഫ് പ്ലാന്റ്, റൗണ്ട് സീഡ്. സ്മോൾ t, സ്മോൾ r, ഡ്വാർഫ് പ്ലാന്റ്, റിങ്കിൾഡ് സീഡ്. സോ സെക്കൻഡ് ജനറേഷൻ, ദാറ്റ് ഈസ് F2ൽ പാരൻറ്റ് പ്ലാന്റ്സിനെ പോലെ തന്നെയുള്ള പ്ലാന്റ്സും കിട്ടി, ദാറ്റ് ഈസ് ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡും ഡ്വാർഫ് പ്ലാന്റ്, റിങ്കിൾഡ് സീഡും. അതേപോലെ തന്നെ വേരിയേഷൻ കാണിച്ചു, പാരൻറ്റ് പ്ലാന്റിൽ നിന്നും ഡിഫറെൻ്റ് ആയ പ്ലാന്റ്സും ഫോം ചെയ്തു, ദാറ്റ് ഈസ് ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഫാക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫസ്റ്റ് ജനറേഷനിൽ കാണുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r. ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലാന്റ്സ് ഓഫ് സെക്കൻഡ് ജനറേഷൻ. സോ സെക്കൻഡ് ജനറേഷനിൽ ഫോം ചെയ്ത പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ദേ ആർ ടോൾ, റൗണ്ട് പ്ലാന്റ്സ്, ഡ്വാർഫ്, റിങ്കിൾഡ്, ടോൾ, റിങ്കിൾഡ്, ഡ്വാർഫ്, റൗണ്ട് അല്ലേ, 4 ടൈപ്പ് പ്ലാന്റ്സ് ഫോം ചെയ്തു. ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ഫ്രം പാരൻസ് ദാറ്റ് അപ്പിയർഡ് ഇൻ ദ സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്ത പാരൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. Through this experiment, Mendel could find the reason for the appearance of new combination of characters in offsprings that were not expressed in parents. പാരൻസിൽ കാണാത്ത ക്യാരക്ടേഴ്സ് നെക്സ്റ്റ് ജനറേഷനിൽ കാണുന്നുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് ഈ എക്സ്പെരിമെൻറ്റിലൂടെ മെൻഡൽ കണ്ടുപിടിച്ചു. മെൻഡൽ എക്സ്പ്ലെയിൻഡ് ദാറ്റ് ദ അപ്പിയറൻസ് ഓഫ് വാരിയേഷൻസ് ഇൻ ഓഫ്സ്പ്രിങ്സ്, that is characters not present in previous generation, is due to the independent assortment of each character. ഓരോ ക്യാരക്ടറും, അതായത് ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ ഇൻഡിപെൻഡൻ്റായി, സ്വതന്ത്രമായി അടുത്ത ജനറേഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇതുപോലുള്ള ചേഞ്ചസ് ഓർ വാരിയേഷൻസ് സെക്കൻഡ് ജനറേഷനിൽ കാണുന്നത്. ഓക്കെ. ഗ്രിഗർ മെൻഡൽ ഡിസ്ക്രൈബ്ഡ് ദോസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആസ് ഫാക്ടേഴ്സ്. ഓരോ ക്യാരക്ടറും പാരമ്പര്യമായി അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് കാരണം ഫാക്ടേഴ്സ് ആണ് എന്ന് മെൻഡൽ എക്സ്പ്ലെയിൻ ചെയ്തു. ദ റിയൽ സ്ട്രക്ചർ ആൻഡ് പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് വെർ നോട്ട് ഐഡൻറ്റിഫൈഡ് ടിൽ ദ ഏർലി 20th century. പക്ഷേ ഈ ഫാക്ടേഴ്സിൻ്റെ ശരിക്കുമുള്ള സ്ട്രക്ചർ, പെക്യുലാരിറ്റീസ് ഒന്നും 20th centuryയുടെ ഫസ്റ്റ് വരെ കണ്ടെത്തിയില്ല. ആൻഡ് ഇറ്റ് വാസ് ത്രൂ ഫർദർ സ്റ്റഡീസ് ദാറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് DNA, deoxyribonucleic acid molecule, in the inheritance of characters was made clear. പിന്നീട് എന്ത് കണ്ടുപിടിച്ചു? പിന്നീട് നടന്ന എക്സ്പെരിമെൻറ്റിൽ പാരമ്പര്യമായി ക്യാരക്ടേഴ്സ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിൽ DNA എന്ന കെമിക്കൽ ഓർ ന്യൂക്ലിക് ആസിഡിന് റോൾ ഉണ്ട് എന്ന കാര്യം കണ്ടെത്തി. ഓക്കെ. ഇറ്റ് വാസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ദ കാരിയേഴ്സ് ഓഫ് ഹെറിഡിറ്റി വിച്ച് മെൻഡൽ ഡിസ്ക്രൈബ്ഡ് ആസ് ഫാക്ടേഴ്സ് വെർ ദ ജീൻസ് പ്രസൻറ്റ് ഇൻ DNA. മെൻഡൽ പറഞ്ഞ ഫാക്ടേഴ്സ് DNA കാണുന്ന ജീൻസ് ആണെന്ന് പിന്നീട് കണ്ടുപിടിച്ചു. സോ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജീൻസ് ആണ്. ജീൻസ് വഴി ക്യാരക്ടേഴ്സ് ഒരു ജനറേഷനിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ഫൈൻഡിങ്സ് എബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് DNA ഇൻ ക്രോമസോംസ് ബിക്കെയിം
a great achievement in later genetic researches. Molecular genetics is a fast developing area in the field of scientific research. So next let us discuss about the structure of DNA molecule, deoxyribonucleic acid. Two scientists, James Watson and Francis Crick, presented the double helical model of DNA in 1953. This model fetched wide acceptance in the scientific world and they were awarded the Nobel Prize in 1962. വാട്സൺ ആൻഡ് ക്രിക്ക് 1953 DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ അവതരിപ്പിച്ചു. ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ചുറ്റുഗോവണി മോഡൽ എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് റൗണ്ട് സ്റ്റെയർ കേസ് പോലെ കാണുന്ന മോഡൽ. ഈ മോഡൽ അവതരിപ്പിച്ചതിന് അവർക്ക് 1962 നോബൽ പ്രൈസ് ലഭിച്ചു. ആസ് പെർ ദ ഡബിൾ ഹെലിക്കൽ മോഡൽ, DNA molecule contains two strands. A structure with two long strands made up of sugar and phosphate and rungs with nitrogen bases was suggested. ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രകാരം DNA മോളിക്കിളിന് രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ട്. ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ചേർന്നുള്ള രണ്ട് സ്ട്രാൻഡ്സും നൈട്രജൻ ബേസ് ചേർന്നുള്ള റങ്സ് മീൻസ് പടികളും DNA സ്ട്രക്ചറിൽ കാണാം. ഇതാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ. രണ്ട് ലോങ് സ്ട്രാൻഡ്സ് കാണാം, റങ്സും കാണാം. റങ്സ് മീൻസ് പടികൾ പോലുള്ള പ്ലേസസും കാണാം. DNA-ൽ കാണുന്ന നൈട്രജൻ ബേസസ് ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. DNA സ്ട്രാൻഡിൽ ഇതുപോലുള്ള മോളിക്കിൾസ് കാണാം. ഓക്കെ, ഇതിനെ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയും. DNA molecule is made up of units called nucleotides. A nucleotide contains a sugar molecule, a phosphate molecule and a nitrogen base. DNA ഫോം ചെയ്തിരിക്കുന്നത് ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ചേർന്നാണ്. ന്യൂക്ലിയോടൈഡ്സിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഷുഗർ മോളിക്കിൾ, നൈട്രജൻ ബേസ്. ഈ മൂന്ന് കമ്പോണൻസ് ചേർന്നാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുക. ഇതുപോലുള്ള ഡിഫറെൻറ്റ് ന്യൂക്ലിയോടൈഡ്സ് ചേർന്നാണ് DNA സ്ട്രാൻഡ്സ് ഫോം ചെയ്യുന്നത്. DNA കണ്ടെയ്ൻസ് ഡിയോക്സി റൈബോസ് ഷുഗർ. സോ നമ്മൾ പറഞ്ഞു DNA ഫോം ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. ന്യൂക്ലിയോടൈഡ്സ് ഹാസ് 3 കമ്പോണൻസ്: ഫോസ്ഫേറ്റ്, ഷുഗർ ആൻഡ് നൈട്രജൻ. സോ DNA-യിലുള്ള ന്യൂക്ലിയോടൈഡ്സിൽ കാണുന്ന ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗറാണ്. നൈട്രജൻ ബേസസ് ആർ മോളിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ നൈട്രജൻ ആൻഡ് ആർ ആൽക്കലൈൻ ഇൻ നേച്ചർ. നൈട്രജൻ അടങ്ങിയ ആൽക്കലൈനായ മോളിക്കിൾസ് ആണ് നൈട്രജൻ ബേസസ്. സിൻസ് DNA ഹാസ് 4 kinds of nitrogen bases, namely adenine, thymine, guanine and cytosine, DNA has 4 kinds of nucleotides too. DNA-യിൽ 4 തരം നൈട്രജൻ ബേസസ് കാണാം. ദാറ്റ് ഈസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. സോ DNA-യിൽ 4 തരം ന്യൂക്ലിയോടൈഡ്സും കാണാം. അഡിനിൻ ന്യൂക്ലിയോടൈഡ്, തൈമിൻ ന്യൂക്ലിയോടൈഡ്, ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്, സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ്. സോ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ നൈട്രജൻ ബേസ് അഡിനിൻ വന്നാൽ ദാറ്റ് ഈസ് അഡിനിൻ ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ നൈട്രജൻ ബേസ് ഗ്വാനിൻ വന്നാൽ ദാറ്റ് ഈസ് ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്. ലൈക്ക് ദിസ്. ഓക്കെ, സോ ഹൗ മെനി ടൈപ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആർ ദർ ഇൻ DNA? 4. Adenine nucleotide, thymine nucleotide, guanine nucleotide and cytosine nucleotide. Nitrogen bases, the building components of DNA, are molecules with great specificity. In DNA, the base adenine pairs only with thymine and guanine pairs only with cytosine. നൈട്രജൻ ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്കിളാണ്. അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ പെയർ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ, ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. ഇതാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ. 2 സ്ട്രാൻഡ്സ് കാണാം. സോ ഓരോ സ്ട്രാൻഡ്സും ഫോം ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ് അല്ലേ. സോ ദിസ് ഈസ് ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്, തൈമിൻ ന്യൂക്ലിയോടൈഡ്, സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ്, അഡിനിൻ ന്യൂക്ലിയോടൈഡ്. സോ ഈ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ന്യൂക്ലിയോടൈഡ്സ് നോക്കാം. ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് സൈറ്റോസിനാണ്. അതായത് ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിൻ്റെ കൂടെ മാത്രമേ പെയർ ചെയ്യുള്ളൂ. തൈമിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അഡിനിനാണ്. സോ തൈമിനും അഡിനിനും എപ്പോഴും ഒന്നിച്ച് മാത്രമേ പെയർ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഹിയർ സൈറ്റോസിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഗ്വാനിൻ, അഡിനിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് തൈമിൻ. ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും ഇടയിലായി 3 ബോൺസ് കാണും. അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയിലായി 2 ബോൺസ് കാണാം. കമ്പോണൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് മോളിക്കിൾ, ഷുഗർ മോളിക്കിൾ ആൻഡ് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസസ്. വിച്ച് ആർ ദ നൈട്രജൻ ബേസസ്? അഡിനിൻ, thymine, guanine and cytosine. So nitrogen bases means they are molecules that contain nitrogen and they are alkaline in nature.
സ്പെസിഫിസിറ്റി മെയിൻറ്റെയിൻഡ് ബൈ നൈട്രജൻ ബേസസ് ഇൻ പെയറിംഗ്. നൈട്രജൻ ബേസസ് എങ്ങനെയാണ് പെയർ ചെയ്യുക? ആഡിനിൻ പെയർ വിത്ത് തൈമിൻ, ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ. നെക്സ്റ്റ് വൺ, RNA or ribonucleic acid. RNA is another nucleic acid like DNA. DNA പോലെ തന്നെയുള്ള മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. RNA is also formed of nucleotides. Ribose sugar is present in RNA. RNA ഫോം ചെയ്തിരിക്കുന്നതും ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. RNAയിൽ കാണുന്ന ഷുഗർ റൈബോസ് ഷുഗറാണ്. ഇൻ RNA, the nitrogen base uracil is seen instead of thymine. Majority of RNAs have only a single strand. സോ DNA-യുമായി കമ്പയർ ചെയ്യുമ്പോൾ DNA-യിലുള്ള നൈട്രജൻ ബേസസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പക്ഷേ RNA-യിൽ തൈമിന് പകരം കാണുന്ന നൈട്രജൻ ബേസാണ് യുറാസിൽ. ഓക്കെ, മെജോറിറ്റി RNA-യും ഒരു സ്ട്രാൻഡ് മാത്രമേ കാണുള്ളൂ. സോ ലെറ്റ് us compare the structure of DNA and RNA. Number of strands in DNA. DNA-യിൽ എത്ര സ്ട്രാൻഡ്സ് ആണ്? 2. Number of strands in RNA 1. Type of sugar in DNA. DNA-യിൽ കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ. ടൈപ്പ് ഓഫ് ഷുഗർ ഇൻ RNA. RNA-യിൽ കാണുന്നത് റൈബോസ് ഷുഗർ. നൈട്രജൻ ബേസസ് ഇൻ DNA. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. നൈട്രജൻ ബേസസ് ഇൻ RNA. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. തൈമിന് പകരം RNA-യിൽ യുറാസിൽ വരും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA.